മുത്തശ്ശി എന്നും പറയാറുണ്ടല്ലോ, ആറ്റുകാലമ്മേ കൊടുങ്ങല്ലൂരമ്മേന്ന്. അതുകൊണ്ട് ചോദിച്ചത്. സത്യസന്ധനായ തന്റെ ഭർത്താവിനെ കള്ളനാണെന്ന് മുദ്രകുത്തി വധിച്ചതിന്റെ കലിയിൽ മധുരദേശം അത്രയും ചുട്ടുകരിച്ച കണ്ണകി ലോകരക്ഷാർത്ഥം കേരള മണ്ണിലേക്ക് വരികയും അവിടുത്തെ ദേശവാസിയും ദേവീ ഭക്തനുമായ കാരണവരുമായ പരമേശ്വരൻ പിള്ള എന്ന മഹാത്മാവിന് മുന്നിൽ ബ്രാഹ്മണ ബാലിക രൂപത്തിൽ ദർശനം നൽകുകയും ചെയ്തു. ആറ്റുകാലമ്മയുടെ കഥ കേൾക്കുമായിരുന്നു. നമ്മുടെ മനപ്പറമ്പിലെ വേണുവിന്റെ ശവം കടവില് കണ്ടോത്രേ. എന്റെ ദുഃഖങ്ങള് എന്റെ ഭഗവാനോടല്ലാതെ വേറെ ആരോടെ പറയാൻ മാറേ. അയാൾ ആത്മഹത്യ ചെയ്യോ കൊലപാതകോ എന്ത് മണ്ണാങ്കട്ട പണിയില്ല. ഇങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത്. പണവും പ്രതാപവുമുള്ള അന്തസ്സുള്ള ഒരു ജീവിതം. രാമാ, എന്താണെന്നറിയില്ല, ചില അപകട സൂചനകള് മനസ്സിലിങ്ങനെ കടന്നു കൂടുന്നു. ഒരു മണ്ഡലം തികണേന്റെ മുമ്പ് ഒരു ദുർമരണം കൂടി നടക്കുമെന്ന്. ആറ്റുകാലമ്മയുടെ പൊങ്കാലയ്ക്ക് വെച്ച പൈസ എടുത്ത് കളിക്കരുത്. നിന്റെ കയ്യിൽ കള്ളും കുപ്പിയല്ല, ചെണ്ടക്കോല ഞാൻ വെച്ചത്. നിന്ന നിപ്പിനെ 4 മണിക്കൂർ കൈവിറക്കാതെ കൊട്ടിക്കറിയവനായിരിക്കും. രാമനും രാവണനും കൂടിയൊരു ജന്മം അല്ല. എന്റെ പൊങ്കാലക്കലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പിടിയരി ഉണ്ടാവും. നമ്മുടെ ആറ്റുകാലമ്മയ്ക്ക്. ഇത് ആറ്റുകാലമ്മയുടെ സന്നിധിയാണ്. ഈ അമ്മയുടെ കൺമുന്നിൽ നിന്നും ആരും കൂട്ടം തെറ്റി എങ്ങോട്ടും പോവില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ കുഞ്ഞുമകളോ? എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ തന്നതാ. നമുക്കിത് വെച്ച് പായസം ഉണ്ടാക്കാം. അപ്പൂപ്പ, 3 വെള്ളിമരങ്ങൾ കാണുന്നിടത്ത് എന്നെ പ്രതിഷ്ഠിക്കുക.